പാഠം 21 കലം. അപ്പം ഈ കാണുന്ന പടം എന്താണ്? കലമാണ്. കലത്തിനകത്ത് നമ്മൾ വേണ്ടിയ വെള്ളമൊക്കെ എടുത്തു വെക്കും അല്ലേ? ഇത് വായിച്ചേ, ഈ അക്ഷരങ്ങൾ വായിച്ചേ. ക, ഇത് ഏതക്ഷരമാണ്? ക. ഇതെന്താണ്? ഖ. ക, ഖ, ഗ. ഇതെന്താണ്? ഗ. ലിഖ, ങ. നമുക്കറിയാം സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. വ്യഞ്ജനാക്ഷരങ്ങളുടെ ആദ്യത്തെ 5 അക്ഷരമാണ് എന്ത്? ഇത് ക, ഖ, ഗ, ഖ, ങ. ഇനി ഇത് വായിക്കാൻ കുട്ടികൾ പഠിക്കണം. ഇത് ഏതക്ഷരമാണെന്ന് നമുക്കറിയാം അല്ലേ? ഇതിൻ്റെ കൂടെ ഇത് ഏത് ചിഹ്നമാണ്? ഊൻ്റെ ചിഹ്നമാണ്. അപ്പോൾ ഇതെന്ത് വായിക്കും? കു. കു. ഇത് ഏതക്ഷരമാണ്? ഡ. കുട. കണ്ടോ? ഇനി ക കൂട്ടി ഒരു അക്ഷരമാണ് നമ്മൾ പഠിച്ചത്. ഇനി ഖ കൂട്ടി എന്തക്ഷരമാണ് പഠിക്കുന്നത് നോക്കാം. ഇത് ഏതക്ഷരമാണ്? ഇത് ന. ന. ഇത് ഖ. ഇത് പറഞ്ഞ് ഇത് തന്നെ ഖ, അം. നഖം. നഖം എന്താ? നെയിൽസ് അല്ലേ? നമ്മുടെ കയ്യിലെ നെയിൽസിനാണ് നഖമെന്ന് പറയുന്നത്. ഇനി ഗ കൂട്ടി ഒരു വാക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഇതേത് അക്ഷരമാണ്? ഇത് ഗായാണ്. ഇതേതാണ്? ന. നായാണിത്. ഗണ. ഇതേതക്ഷരമാണ്? പ. അപ്പം കുട്ടികൾ വായിക്കാൻ പഠിക്കുമ്പം നമ്മൾ ആദ്യത്തെ അക്ഷരം വായിച്ചു, രണ്ടാമത്തെ അക്ഷരം വായിച്ചു. ആദ്യത്തെ രണ്ടും കൂടെ കൂട്ടി വായിക്കാം. മൂന്നാമത്തെ അക്ഷരം വായിച്ചിട്ട് 3 അക്ഷരം കൂടെ പറഞ്ഞു നോക്കുക. മനസ്സിലായോ? ഇത് പായാണ്. അപ്പം ഇതേതാണ്? ഗ, ണ, പ. ഇതേതക്ഷരമാണ്? ത. തായുടെ കൂടെ ഈയുടെ ചിഹ്നം ഇട്ടാൽ എന്ത് വായിക്കും? തി. ത, തി. ഗണപതി. ഗ കൂട്ടി ഗണപതി. ഇനി ഈ അക്ഷരം ഘടികാരത്തിൻ്റെ ഖ കൂട്ടി നമുക്ക് ഈ ഘടികാരം എഴുതിയിരിക്കുന്നത് വായിക്കാം. ഇത് ഏതക്ഷരമാണ്? ഖ. ഡ. ഡി. ഖ, ഡി. ക. ക. ഘടികാര. അം. ഘടികാരം. ഘടികാരം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോക്ക്. ക്ലോക്കിനാണ് നമ്മൾ മലയാളത്തിൽ ഘടികാരം എന്ന് പറയുന്നത്. നോക്കിയേ, ഇതൊന്ന് വായിച്ചേ. ക, ര, കര, ഡ. ഈയുടെ ചിഹ്നം ഡി. കരടി. കരടി. ഇത് ഏതക്ഷരമാണ്? ഓയാണല്ലേ? ഓ, ര. ഓ, രു. ഇതാ ര കഴിഞ്ഞിട്ട് ഊൻ്റെ ചിഹ്നം കിടക്കുന്നുണ്ടോ? രു. ഒരു മായ എഴുതിയിട്ട് ഈ ചിഹ്നം കണ്ടോ? ഇത് എന്നാത്തിൻ്റെ ചിഹ്നമാണെന്നറിയാമോ? എന്തിന് ചിഹ്നമാണ്? ഇറുവിൻ്റെ ചിഹ്നമാണ്. അപ്പം മായ എഴുതിയിട്ട് ഇറുവിൻ്റെ ചിഹ്നം ഇട്ടാൽ എന്ത് വായിക്കാം? മൃ. മൃ. ഗ. ഈ അക്ഷരമല്ലേ? ഗ, അം. ഉണ്ടോ? കരടി. ഒരു മൃഗം. കണ്ടോ? ഒരു മൃഗത്തിന്റെ പേര് പറയാൻ നിങ്ങളോട് ചോദിച്ചാൽ കുട്ടികൾ എന്ത് പറയും? കരടി അല്ലേ? സമയം അറിയാനുള്ള ഒരു ഉപകരണം എന്താണ്? ഘടികാരം അല്ലേ? ഇനി കായ്ഖ ഗായ്ഖ ങ എങ്ങനെ എഴുതുന്നതെന്ന് ടീച്ചർ പഠിപ്പിക്കാം. എല്ലാവരും ബുക്കും പേനയും എടുത്തേ, പെൻസിലെടുത്തേ. എളുപ്പമായി എഴുതാൻ കേട്ടോ. നോക്കണേ. നമ്മൾ കായ എഴുതാൻ ആദ്യം ഇങ്ങനെ ഒരു നീളത്തിലുള്ളൊരു വട്ടം ഇടണം. കണ്ടോ? എന്നിട്ട് എന്താ? ഇതിനൊരു കൈ പോലെ ഇങ്ങനെ വരച്ച്, ഉണ്ടോ? ഇങ്ങനെ കൈ പോലെ വരച്ച് അകത്തോട്ട് കയറ്റി പുറത്തോട്ടെടുക്കണം. കാ കണ്ടോ? ഒന്നുകൂടെ എഴുതിക്കാം. ആദ്യം ഇങ്ങനെ വട്ടം ഇടുക. വട്ടം ഇടാൻ എല്ലാവർക്കും അറിയാമല്ലോ. നീളത്തിൽ ഇച്ചിരി നീളം കൂട്ടി. എന്നിട്ട് ഇതിൻ്റെ കൈ ഇങ്ങനെ വരയ്ക്കണം. ഉണ്ടോ? കാ. ഇനി ഒന്നുകൂടെ എഴുതാം. കണ്ടോ? കാ. വട്ടം ഇങ്ങനെ ഇട്ടു. ഇതേ കൂട്ടി കൈ ഇങ്ങനെ വരച്ചു. അപ്പം വട്ടത്തിന് 2 കൈ വരച്ചാൽ എങ്ങനെ ഇരിക്കും? കായ അല്ലേ? വട്ടത്തിന് കൈ വരച്ചാൽ എന്താ? കാ. ടീച്ചർ പഠിക്കാനുള്ള രസത്തിനും എളുപ്പത്തിനും ഇങ്ങനെ പറഞ്ഞു തരുന്ന കേട്ടോ.
ഇനി ഖ എഴുതാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് വാ എഴുതാൻ അറിയത്തില്ലേ? വാ വാ എങ്ങനെ എഴുതുന്നേ? വാ ഒരു റാ വരച്ചിട്ട് ഇങ്ങോട്ട് നീട്ടി വരച്ച് ഇങ്ങനെ വരച്ച വായായി അല്ലേ? അപ്പോൾ ഇതിനൊരു ഇവിടെ ഒരു വട്ടം ഇട്ടാൽ എന്തായി? ഖ. എളുപ്പമല്ലേ? ഖ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു വട്ടം ഇടുക, റാ പോലെ വരച്ച് വായാക്കുക. കണ്ടോ? ചേട്ടൻ പേന തെളിയുന്നില്ലല്ലോ. കണ്ടോ? ഖ ഒന്നുകൂടെ എഴുതാം. വട്ടം ഇടുക, റാ പോലെ വരയ്ക്കുക, വായാക്കുക. വട്ടം ഇടുക, റാ പോലെ വരച്ച് വായാക്കുക. ഇതെന്താണ്? ഖ. ഗ വളരെ എളുപ്പമാണ്. ഗ നമ്മൾ എസ് കിടക്കുക. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരം എസ് ഇല്ലേ? എസ് ഒന്ന് കിടന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഗ. നോക്കിക്കേ, ഗ എഴുതാം. ഗ എളുപ്പമല്ലേ? ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്ന് മേലോട്ട് വയ്ക്കും. കണ്ടോ? ഗ. ഇനി ഘടികാരത്തിന്റെ ഖ എഴുതാൻ അത് വളരെ എളുപ്പമാണ്. പാ എഴുതാൻ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയത്തില്ലേ? ഇതല്ലേ പാ? പായുടെ ഇവിടുന്ന് നമ്മൾ ലാ എഴുതിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഖ. കണ്ടോ? നമ്മൾ ടീച്ചർ എഴുതാം. പാ എഴുതുക, അതേ കൂട്ടി ലാ എഴുതിയാൽ എന്താ? ഖ. പാ എഴുതുക, അതേ കൂട്ടി ലാ ഇങ്ങനെ എഴുതിയാൽ താഴോട്ട് കൊണ്ടുവന്ന് ലാ എഴുതിയാൽ എന്താ? ഘടികാരത്തിന്റെ ഖായാണ്. ങ എഴുതാനും എളുപ്പമാണ്. ങ എങ്ങനെ എഴുതുന്നത്? ഒരു വട്ടം ഇടുക, റാ വരയ്ക്കുക, പിന്നെ പുറത്തിറക്കി ഒരു ദാ വരയ്ക്കുക. കണ്ടോ? വട്ടം ഇട്ടിട്ടല്ലേ പുള്ളി ഇടുന്ന പോലെ ഇങ്ങനെ പുള്ളി ഇട്ടിട്ട് അതേന്ന് ഒരു ദാ ഇങ്ങനെ എഴുതുക. അപ്പൊ എന്തായി? ങ. മനസ്സിലായോ? ഇനി കായ്ക്ക ഗായ്ക്ക ങ മൊത്തം നമുക്ക് എഴുതിയാലോ? വട്ടം ഇടുക, കായ്ക്ക് 2 കൈ വരയ്ക്കുക. കണ്ടോ? അപ്പൊ എന്തായി? കായായി. കാണാമോ കുട്ടികൾക്ക്? ഇനി ഖ എഴുതാനോ? വട്ടം ഇട്ടിട്ട് വാ എഴുതിയാൽ എന്തായി? കായ്ക്ക. കണ്ടോ? ഇനി ഗ എഴുതാൻ എന്നാ? എസ് കിടന്നാ മതി അല്ലേ? എസിനെ ഒന്ന് കിടത്തിയാൽ എന്തായി? ഗായായി. ഘടികാരത്തിന്റെ ഖ എഴുതാൻ പാ എഴുതുക, ഇതേ കൂട്ടി ലാ എഴുതുക. ഖ. കണ്ടോ? ലാ എഴുതുക. കണ്ടോ? ഘടികാരം. ങ. ങ എഴുതാൻ ഇങ്ങനെ ഒരു പുള്ളി ഇടുക, അതേ കൂട്ടി ദാ എഴുതുക. കായ്ക്ക, ഇഖ, ഗ, ഇഖ, ങ. ഇത്രയേ ഉള്ളൂ. അപ്പം കുട്ടികൾ ഇതെല്ലാം നന്നായിട്ട് വായിച്ചും എഴുതിയൊക്കെ പഠിക്കണം കേട്ടോ. താങ്ക് യു.